Hi all, welcome to the world of statistics. Today we are discussing some MCQs related to index numbers. Already നമ്മൾ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട്സ് ഒക്കെ. അപ്പോൾ അതിന്റെ കൂടെ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ആണ് വരുന്നത്. ഇപ്പൊ ഈ ഇൻഡെക്സ് നമ്പേഴ്സും ടൈം സീരീസും ഒക്കെ നമുക്ക് ഈ എക്കണോമിക്സുമായിട്ടൊക്കെ ഭയങ്കര റിലേറ്റഡ് ആയതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാൻ, ഒരുപാട് ഇൻ ദ സെൻസ് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻസും കൂടെയാണ് ഈ ടൈം സീരീസും ഇൻഡെക്സ് നമ്പേഴ്സും ഒക്കെ. ബിക്കോസ് ഈ എക്കണോമിക്സുകാർക്കും കൊമേഴ്സുകാർക്കും ഒക്കെ പെട്ടെന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇതൊക്കെ. അപ്പോ അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യമേ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കുറച്ച് എന്താ പറയാ ജനറൽ ടൈപ്പ് ഓഫ്, അതായത് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ടിനായിട്ട് എടുത്തിട്ടുള്ളത്, ഡിസ്കഷനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് ടു എൻഡിങ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, സോ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡെക്സ് നമ്പേഴ്സ് റിവീൽ ദ സ്റ്റേറ്റ് ഓഫ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ബോത്ത് എ ആൻഡ് ബി, neither A nor B. അപ്പൊ ഇൻഡെക്സ് നമ്പേഴ്സ് റിവീൽ ദ സ്റ്റേറ്റ് ഓഫ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലേലിസ്റ്റില് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിന്റെ തിയറട്ടിക്കൽ പാർട്ടും കുറച്ച് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടും ഒക്കെ ആയിട്ട് ഒരു 2 to 3 വീഡിയോസ് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ കിടപ്പുണ്ട്. എന്നാലും ഇനി അത് കാണാൻ സമയമില്ല അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് വാട്ട് ഇസ് ഇൻഡെക്സ് നമ്പർ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. Index number is a device used to measure the relative change in the magnitude of a group of related variables in different situations. പല സിറ്റുവേഷൻസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസിന്റെ മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് ചേഞ്ച് സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇസ് എ ഡിവൈസ് used to measure the relative change in the magnitude of a group of related variables in different situations. അപ്പൊ പല സിറ്റുവേഷൻസിൽ അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. വാട്ട് ഇസ് ഡിഫറെന്റ് സിറ്റുവേഷൻസ്? എന്താണ് ഈ പല സിറ്റുവേഷൻസ് ഉദ്ദേശിക്കുന്നത്? സിറ്റുവേഷൻസ് മേ ബി ടു ഡിഫറെന്റ് പീരീഡ് ഓഫ് ടൈം or places and the group of related variables may be price or quantities. അപ്പൊ ഈ ഡിഫറെന്റ് സിറ്റുവേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഡിഫറെന്റ് പീരീഡ്സ് ആവാം, രണ്ട് സമയങ്ങളാവാം, 1995ഉം 1996ഉം അങ്ങനെ 2 സമയങ്ങളാവാം, അല്ലെങ്കിൽ 2 ഡിഫറെന്റ് പ്ലേസസ് ആവാം, ട്രിവാൻഡ്രോം എറണാകുളവും ആവാം. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, സിറ്റുവേഷൻ ഉദ്ദേശിക്കുന്ന അതാണ്. ഇനി ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് എന്ന് പറഞ്ഞാലോ അത് എന്തെങ്കിലും ഒക്കെ കമോഡിറ്റീസിന്റെ പ്രൈസ് ആവാം, ക്വാണ്ടിറ്റീസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ്. അത് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, ഒരു ടൂൾ ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസ് ചേഞ്ചിങ്, 2 സ്ഥലങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ 2 സമയങ്ങൾ മാറുമ്പോൾ പല സാധനങ്ങളുടെയും പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് മാറും അല്ലെ. ഇപ്പോ നല്ല മഴ സീസൺ ആണെങ്കിൽ അംബർലാസിന്റെ സെയിൽ ഭയങ്കര കൂടുതലായിരിക്കും, ബിക്കോസ് ഡിമാൻഡ് കൂടി. അപ്പൊ ഡിമാൻഡ് കൂടുമ്പോൾ അംബർലാസിന്റെ റേറ്റ് കൂടും, ബിക്കോസ് ഡിമാൻഡ് കൂടി, സോ പ്രൈസ് കൂടി. പിന്നെ പല ഇയറുകൾ മാറുമ്പോൾ നമ്മൾ പണ്ട് വാങ്ങിച്ചിരുന്ന സാധനങ്ങളുടെ അതേ പൈസയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. ഇപ്പൊ നമ്മൾ 100 രൂപയും കൊണ്ട് പോയാൽ വളരെ എന്താ പറയാ ചെറിയ സാധനങ്ങളെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പ്രൈസിൽ അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, GST അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു ഇൻഡെക്സ് നമ്പർ ആണ്. അതായത് ചില കമ്മോഡിറ്റീസിന്റെ പ്രൈസിൽ ഉണ്ടായ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് നമ്പർ ആണ് പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് നമ്പർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ്. ആൻഡ് ഓൾസോ പ്രൊഫസർ കേർലി എന്ന് പറയുന്ന ആള്
പ്രൈസിന് വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യമായിട്ട് ഈ ഇൻഡെക്സ് നമ്പേഴ്സ് പ്രപ്പോസ് ചെയ്യുന്നത്. പ്രൊഫസർ കോർലി പുള്ളി പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് ഡേ ബൈ ഡേ നമുക്കറിയാം സാധനങ്ങളുടെ റേറ്റ് കൂടുകയാണ്. അപ്പൊ ആ ഒരു റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുള്ളിയാണ്, ആ പ്രൊഫസറാണ് ആദ്യമായിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് പ്രപ്പോസ് ചെയ്തത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ല. ഇൻഡെക്സ് നമ്പേഴ്സ് റിവീൽ ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ or both A and B or neither A nor B. ഇൻഡെക്സ് നമ്പേഴ്സ് ഈ പറയുന്ന സ്റ്റേറ്റുകൾ റിവീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് ഡിഫ്ലേഷൻ എന്ന് അറിയണം, എന്നാലല്ലേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ഇസ് ഇൻഫ്ലേഷൻ? ഇൻക്രീസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇൻക്രീസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെ അല്ലെങ്കിൽ സർവീസുകളുടെ, സാധനങ്ങളുടെ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന സർവീസിന്റെ റേറ്റും ആവാം, സാധനങ്ങളുടെ അല്ലെങ്കിൽ സർവീസുകളുടെ ജനറൽ പ്രൈസ് ലെവലിൽ ഒരു ഇൻക്രീസ് സംഭവിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസിന്റെ ജനറൽ പ്രൈസ് ലെവലിൽ ഒരു ഇൻക്രീസ് സംഭവിക്കുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്ലേഷൻ എന്താണ്? ഡിക്രീസ് ഓർ സസ്റ്റൈൻഡ് ഫോൾ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അതായത് ഈ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ജനറൽ പ്രൈസ് ലെവലിൽ ഒരു ഡിക്ലൈൻ സംഭവിക്കുന്നതാണ് ഡിഫ്ലേഷൻ. രണ്ടും ആവാം അല്ലെ? ചില സാധനങ്ങളുടെയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടി, ചില സാധനങ്ങളുടെ വില ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അപ്പൊ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും സംഭവിക്കുന്നുണ്ട് സൊസൈറ്റിയിൽ. അത് രണ്ടും നമുക്ക് ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് റിവീൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റുകളാണ്. സോ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. വാട്ട് ഇസ് ഇൻഡെക്സ് നമ്പേഴ്സ്, 2 വാട്ട് ഇസ് ഇൻഫ്ലേഷൻ, സാധനങ്ങളുടെ അല്ലെങ്കിൽ സർവീസുകളുടെ ജനറൽ പ്രൈസ് ലെവലിൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവുന്നതാണ് ഇൻഫ്ലേഷൻ, അത് ഡിക്രീസ് ചെയ്യുന്നതാണ് ഡിഫ്ലേഷൻ. ഇത് രണ്ടും നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് പറയാൻ പറ്റും. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. Second question. Index numbers are also known as. Index numbers ne എന്തെന്നും വിളിക്കാം? ഇൻഡെക്സ് നമ്പേഴ്സിനെ, ഇത് നമ്മൾ ഓൾറെഡി ഇൻഡെക്സ് നമ്പേഴ്സിന്റെ തിയറട്ടിക്കൽ ക്ലാസ് ഞാൻ അതിന്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ പ്ലേലിസ്റ്റും കൂടെ ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ യൂസസ് പറയുന്നുണ്ട്. ആ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. സ്റ്റഡിയിങ് ട്രെൻഡ്, പർച്ചേസിംഗ് പവർ ഓഫ് മണി, അങ്ങനെ നമ്മൾ കുറച്ച് യൂസസ് ഒക്കെ ഇൻഡെക്സ് നമ്പേഴ്സിനെ പറയുന്നുണ്ട്. ആ യൂസസ് പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഓൾസോ നോൺ ആസ് എക്കണോമിക് ബാരോമീറ്റേഴ്സ്. എന്തുകൊണ്ടാ? ഈ ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ അളക്കുന്ന ഉപകരണമാണ് അല്ലെ? പ്രഷർ മെഷർ ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇൻഡെക്സ് നമ്പേഴ്സിനെ എക്കണോമിക് ബാരോമീറ്റർ എന്ന് വിളിക്കുന്നത്? എക്കോണമിയുടെ പൾസ് മെഷർ ചെയ്യുന്നു, എക്കോണമിയുടെ പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഡിവൈസ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ്. നമ്മളെന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയുടെ എക്കോണമിയുടെ പൾസ് മെഷർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രഷർ മെഷർ ചെയ്യുന്നു ഇൻഡെക്സ് നമ്പേഴ്സ്. അതെന്താ നമ്മുടെ എക്കോണമിയുടെ പ്രഷർ? പ്രൈസ്, ക്വാണ്ടിറ്റി, പ്രൈസ്, ക്വാണ്ടിറ്റി, വാല്യൂ ഓഫ് കമോഡിറ്റി. ഇത് മൂന്നുമാണ് ഒരു എക്കോണമിയുടെ പ്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ സാധനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രൈസ്, ആ പ്രൈസിന് കിട്ടുന്ന ക്വാണ്ടിറ്റി, ആ പ്രൈസിന്റെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ, ഇത്രയുമാണ് ഒരു എക്കോണമിയുടെ പ്രഷർ എന്ന് പറയുന്നത്. ഈ പ്രഷറുകൾ മൂന്നും മെഷർ ചെയ്യാൻ നമുക്ക് ഇൻഡെക്സ് നമ്പർ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ എക്കണോമിക് ബാരോമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ബി കറക്റ്റ് ആണോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സയൻസ് ആൻഡ് ഗൈഡ് പോസ്റ്റ്. ഇൻഡെക്സ് നമ്പേഴ്സിനെ സയൻസ് ആൻഡ് ഗൈഡ് പോസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ഈ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന്. ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് സിഗ്നൽസ് ദ എക്കണോമിക് സിറ്റുവേഷൻസ്. ഇപ്പോഴത്തെ എക്കണോമിക് സിറ്റുവേഷൻ എന്താണ് എന്നുള്ള ഒരു സിഗ്നൽ തരുന്ന ഡ്യൂട്ടി ഇൻഡെക്സ് നമ്പേഴ്സിനുണ്ട്. ഗിവിംഗ്
signals about the economic situations. ഇപ്പോഴത്തെ എക്കണോമിക് സിറ്റുവേഷൻസ് എന്താണെന്നുള്ള ഒരു സിഗ്നൽ തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് അതിനെ സയൻസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ റൈസിംഗ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കൂടി വരികയാണ്. ആ ഒരു സിഗ്നൽ ഇൻഡെക്സ് നമ്പേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് അതിനെ സയൻസ് എന്ന് വിളിക്കാം, എക്കോണമിയുടെ സയൻസ് എന്ന് വിളിക്കാം. ഇനി ഗൈഡ് പോസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ഡയറക്ഷൻ ഓർ പോളിസി ഗൈഡൻസ്. Direction or policy guidance. അതായത് ഈ ഇൻഡെക്സ് നമ്പേഴ്സിനെ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? പല പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യാനും, പല ഡിസിഷൻസ് അതായത് പലതും മോണിറ്റർ ചെയ്യാനും, പല ഡിസിഷൻസ് മേക്ക് ചെയ്യാനും, പിന്നെ ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രൊഡക്ഷന്റെയും പ്രൈസിന്റെയും ഒക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇൻഡെക്സ് നമ്പേഴ്സിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, പോളിസി ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇൻഡെക്സ് നമ്പേഴ്സിനെ സയൻസ് ആൻഡ് ഗൈഡ് പോസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. Third question, index number is a. Index number എന്താണ്? Measure of relative changes, a special type of an average, a percentage relative, all the above. എന്താണ്? ഇൻഡെക്സ് നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ആ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് ഇറ്റ് മെഷർ ദ റിലേറ്റീവ് ചേഞ്ച്. അതായത് എക്സാക്റ്റ് ആയിട്ട് എത്ര രൂപ കൂടി, ഒരു സാധനത്തിന് എക്സാക്റ്റ് ആയിട്ട് എത്ര രൂപ കൂടി എന്ന് പറഞ്ഞു തരാൻ ഇൻഡെക്സ് നമ്പറിന് പറ്റില്ല. പകരം ഒരു റിലേറ്റീവ് ചേഞ്ച്, ഒരു ഏകദേശ കണക്ക് മാത്രമാണ് ഇൻഡെക്സ് നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതൊരു റിലേറ്റീവ് ചേഞ്ച് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആൻ ആവറേജ്. എക്സാക്ട്ലി. ഒന്നുകിൽ അരിത്തമെറ്റിക് മീനോ അല്ലെങ്കിൽ ജോമെട്രിക് മീനോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആവറേജ് ആണ്. പിന്നെ പെർസെന്റേജ് റിലേറ്റീവ് ആണ്. പെർസെന്റേജിലാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ദ എബോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഓൾ ദ എബോ, നൺ ഓഫ് ദ എബോ ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് വെരിഫൈ ചെയ്തിട്ടേ ആൻസർ ചെയ്യാവുള്ളൂ. ചുമ്മാ അത് കാണുന്നത് മാർക്ക് ചെയ്ത് പോകരുത്. ഓക്കെ. Question number 4. The errors involved in the construction of index number is. ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എററുകൾ എന്തൊക്കെയാണ്? എറർ ഓഫ് സാമ്പിളിംഗ്, ഫോർമുല എറർ, എറർ ഇൻ കളക്റ്റഡ് ഡേറ്റ, ഓൾ ദ എബോ. എന്താണ് ആൻസർ? എറർ ഓഫ് സാമ്പിളിംഗ് ശരിയാണോ? എക്സാക്ട്ലി ശരിയാണ്. ബിക്കോസ് ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പോപ്പുലേഷൻ മൊത്തത്തിൽ എടുത്തിട്ടല്ല ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ തിയറട്ടിക്കൽ വീഡിയോസ് ഒക്കെ നോക്കിയാൽ മതി. അതിൽ നമ്മൾ പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഈ ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാ? ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പേർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ ആണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഇൻഡെക്സ് നമ്പർ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? പേർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇപ്പൊ പ്രൈസിന്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ വേണം. ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ വേണം. സോ നമ്മൾ എന്താണോ പേർപ്പസ്, ഇപ്പൊ വാല്യൂ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വാല്യൂ ഇൻഡെക്സ് നമ്പർ വേണം. ഓക്കെ. സോ എന്തിനാണോ നമ്മൾ, എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിന്റെ പേർപ്പസ് നോക്കി വേണം ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. 2. ചോയ്സ് ഓഫ് കമ്മോഡിറ്റീസ്. ചോയ്സ് ഓഫ് കമ്മോഡിറ്റീസ് അതായത് നമ്മൾ ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കമ്മോഡിറ്റികൾ ചൂസ് ചെയ്തിട്ടാണ് ആ ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതായത് ഹോൾസെയിൽ വിലയിൽ ഉണ്ടായ വ്യത്യാസം അറിയണം എനിക്ക്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന കടകളും ഉണ്ട്. അവിടെ ചെന്ന് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സാധനം വാങ്ങിക്കാൻ പറ്റില്ല, അല്ലെ? ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകാരാണ്
ഈ ഹോൾസെയിലിൽ പോയിട്ട് സാധനം എടുക്കുന്നത്. നമ്മൾ പോയി ചോദിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന 10 സാധനങ്ങൾ അവിടെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഹോൾസെയിൽ ആയിട്ടുള്ള കുറച്ച് കമ്മോഡിറ്റീസ് എടുത്തിട്ട് അതിന്റെ പ്രൈസുകൾ കളക്ട് ചെയ്യണം. അപ്പോ ഒരുപാട് സാധനങ്ങൾ, ഒരു 10,000 സാധനങ്ങൾ എടുത്തു വെച്ചാൽ ശരിയാവില്ല. ഒരു മയത്തിൽ ഉള്ള നമ്പർ ഓഫ് സാധനങ്ങളെ എടുക്കാവൂ. അപ്പൊ കമ്മോഡിറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 3, ചോയ്സ് ഓഫ് ബേസ് ഇയർ. അതായത് ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് ഇയറും ഉണ്ട്, ഒരു കറണ്ട് ഇയറും ഉണ്ട്. ബേസ് ഇയറിനെ എപ്പോഴും 0 കൊണ്ടും കറണ്ട് ഇയറിനെ എപ്പോഴും 1 കൊണ്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഒരു പുതുതായിട്ട് ഒരു ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കുമ്പോൾ വി ഹാവ് എ ബേസ് ഇയർ ആൻഡ് എ കറണ്ട് ഇയർ. അപ്പൊ ബേസ് ഇയർ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരുപാട് ദൂരത്തുള്ള ബേസ് ഇയർ എടുക്കരുത്. ഇപ്പൊ ഞാനൊരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1213 എന്ന് പറയുന്ന ഒരു ഇയർ എടുത്തിട്ട് കാര്യമുണ്ടോ? അതൊന്നും നമ്മുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത വർഷങ്ങളാണ്. അപ്പൊ അങ്ങനെ ആവരുത്. ഒരുപാട് ദൂരെ അല്ലാത്ത അടുത്തുള്ള ഒരു ഇയർ എടുക്കുക, ഒരു നോർമൽ പീരീഡ് എടുക്കുക. 4, കളക്ഷൻ ഓഫ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റീസ്. അതായത് ഡേറ്റ കളക്ഷൻ. എന്താണോ, എന്ത് പർപ്പസിനാണോ ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കുന്നത് ആ പർപ്പസിനുള്ള ഡേറ്റ കളക്ട് ചെയ്യണം. ഇപ്പൊ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഹോൾസെയിൽ പ്രൈസുകൾ വേണം കളക്ട് ചെയ്യാൻ. അല്ലാതെ ഞാനൊരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കാൻ പോകുന്നു, എന്നിട്ട് ഞാൻ എന്റെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ പോയിട്ട് അവിടുത്തെ സാധനങ്ങളുടെ വില കളക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഹോൾസെയിൽ കടകളിൽ തന്നെ പോയി ഡേറ്റ കളക്ട് ചെയ്യണം. സോ ഡേറ്റ കളക്ഷൻ ശ്രദ്ധിക്കണം. അതേപോലെ പ്രൈസുകൾ കളക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ചോയ്സ് ഓഫ് പ്രൈസ്, ഏത് പ്രൈസ് വേണം അതെടുക്കാം. ചോയ്സ് ഓഫ് വെയിറ്റ്, ചോയ്സ് ഓഫ് ആവറേജ്. എപ്പോഴും നല്ല ആവറേജ് ജോമെട്രിക് മീനാ, പക്ഷെ നമ്മൾ കൂടുതലും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എടുക്കാറ് അരിത്തമെറ്റിക് മീനാ. അപ്പൊ ആവറേജ് ഏതാന്ന് വെച്ചാൽ നല്ലത് നോക്കി എടുക്കുക. പിന്നെ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇത്രയുമാണ് ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതില് ഈ കളക്ഷൻ ഓഫ് ഡേറ്റ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എറർ ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് തന്നെ കളക്ട് ചെയ്യണം. അവിടെ റീറ്റെയിൽ പ്രൈസ് കളക്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ കളക്ട് ചെയ്ത ഡേറ്റ തെറ്റിപ്പോയാൽ ഒബ്വിയസ്ലി അവിടെ എറർ ഉണ്ടാവും. അപ്പൊ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. പിന്നെ എറർ ഓഫ് സാമ്പിളിംഗ്. കമ്മോഡിറ്റീസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു 10,000 എണ്ണം എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടാണ് ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എറർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ എറർ ഓഫ് സാമ്പിളിംഗ് ഉണ്ടാവും. ഫോർമുല എറർ ഒബ്വിയസ്ലി ഉണ്ടാവും. കാരണം നമ്മളിപ്പോ പറഞ്ഞല്ലോ, അരിത്തമെറ്റിക് മീനും നമുക്ക് ചൂസ് ചെയ്യാം, ജോമെട്രിക് മീനും ചൂസ് ചെയ്യാം. അപ്പൊ എടുക്കുന്ന ആവറേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഫോർമുല എറർ ഉണ്ടാവാറുണ്ട്. ബിക്കോസ് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ ഒരുപാട് ഫോർമുലാസ് അവൈലബിൾ ആണ്. അപ്പോ കറന്റ്ലി ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ദ എബവ്. ഈ പറയുന്ന എല്ലാ എററുകളും ഒരു ഇൻഡെക്സ് നമ്പറിന്റെ കൺസ്ട്രക്ഷനിൽ സംഭവിക്കാറുണ്ട്. ഈ പറയുന്ന എല്ലാ എററുകളും ഒരു ഇൻഡെക്സ് നമ്പറിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് സംഭവിക്കാറുണ്ട്. Fifth question. Element of subjectivity is involved in index numbers due to. Element of subjectivity ഉണ്ടാവുന്നത് എപ്പോഴാണ്? Choice of base year, selection of weight, choice of commodities, all the above. സ്വാഭാവികമായിട്ടും ഒരു ബേസ് ഇയർ ചൂസ് ചെയ്യുന്നത് ഒരാളുടെ പേഴ്സണൽ ഇഷ്ടത്തിന് വെറുതെ ഒരു ബേസ് ഇയർ അങ്ങ് ചൂസ് ചെയ്യുകയാണെങ്കിൽ സബ്ജക്ടിവിറ്റി ഉണ്ടാവും. സോ അത് കറക്റ്റ് ആണ്. അതുപോലെ വെയിറ്റുകൾ ചൂസ് ചെയ്യുമ്പോൾ ആളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്താൽ എറർ ഉണ്ടാവും. സബ്ജക്ടിവിറ്റി ഉണ്ടാവും. അതുപോലെ കമ്മോഡിറ്റി എല്ലാം നമ്മൾ നമ്മൾ വെറുതെ ചൂസ് ചെയ്താലും അവിടെ എന്തുണ്ടാവും? സബ്ജക്ടിവിറ്റി ഉണ്ടാവും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ദ എബവ്. Sixth question. Consumer price index number is constructed for. Consumer price index number എന്തിനു വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? For a well-defined section of people, all people, factory workers only, all the above.
എന്താണ് ആൻസർ വരിക? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് അറിയണം അല്ലെ? എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്, ജീവിക്കാൻ വേണ്ടുന്ന കോസ്റ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. That is used to measure the change in the price of a set of goods and services and the cost of living of various class of people. പല പല ക്ലാസ്സിലുള്ള ആൾക്കാരുടെ, അതായത് വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിക്ക് വേണ്ടുന്ന കോസ്റ്റ് അല്ല അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു പുവർ ആയിട്ടുള്ള ആൾക്ക് വേണ്ടത്. സോ പല തട്ടിലുള്ള ആൾക്കാർക്കും പല കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ് വരിക അല്ലെ? ഒരേ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ പോലും പല കോസ്റ്റ് ആണ് വരിക. കാര്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഓരോ ക്ലാസ്സിലുള്ള ആൾക്കാരുടെയും ഓരോ സെഷനിലുള്ള ആൾക്കാരുടെയും കോസ്റ്റ് ഓഫ് ലിവിംഗ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡെക്സ് നമ്പർ ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. പിന്നെ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കൊണ്ട് എല്ലാ തട്ടിലുള്ള ആൾക്കാരുടെയും കോസ്റ്റ് ഓഫ് ലിവിംഗ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഓരോ തട്ടിലുള്ള ആൾക്കാർക്കും ഓരോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. അപ്പൊ ഓൾ പീപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഫാക്ടറി വർക്കേഴ്സ് ഓൺലി എന്ന് പറയാൻ പറ്റില്ല. സോ എ വെൽ ഡിഫൈൻഡ് സെഷൻ ഓഫ് പീപ്പിൾ, ഒരു വെൽ ഡിഫൈൻഡ് സെഷൻ ഓഫ് പീപ്പിളിന്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. So answer is option A, a well-defined section of people. Seventh question. Diffusion index reveals the changes in a light, industrial production, a group of time series, none of them. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ഡിഫ്യൂഷൻ ഇൻഡെക്സ് നമ്പേഴ്സ്. എന്താണ് ഡിഫ്യൂഷൻ ഇൻഡെക്സ് നമ്പേഴ്സ്? Diffusion index numbers measures the spread of change across a group of related indicators. ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സിന്റെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സ്പ്രെഡ് ഓഫ് ചേഞ്ച്, അതാണ് ഡിഫ്യൂഷൻ ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചെയ്യുന്നത്. അതായത് ഇറ്റ് ഷോസ് ദ പെർസെൻറ്റേജ് ഓഫ് കമ്പോണൻസ് ദാറ്റ് ആർ റൈസിംഗ് വേഴ്സസ് ഫാളിംഗ്, നോട്ട് ജസ്റ്റ് ദ ആവറേജ്. അതായത് ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്പോണൻസിൽ സംഭവിക്കുന്ന ഇൻക്രീസ്, അതായത് റൈസിങ്, അല്ലെങ്കിൽ ഫാളിങ്, ഡിക്രീസിങ് അല്ല, ചുമ്മാ അതൊരു ആവറേജ് അല്ല. എത്ര പെർസെൻറ്റേജ് ഓഫ് ഒരു ഇൻക്രീസ് ഉണ്ട് ഡിക്രീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സൈക്കിൾ മെഷർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഒരു ബിസിനസ് സൈക്കിൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഈ ഡിഫ്യൂഷൻ ഇൻഡെക്സ് എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? എക്കണോമിക് എക്സ്പാൻഷൻ ഓർ കൺട്രാക്ഷൻ ഇൻ സ്പ്രെഡ്. ആ സ്പ്രെഡിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്കണോമിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ ആണ് ഈ ഡിഫ്യൂഷൻ ഇൻഡെക്സ് നമ്പർ നമുക്ക് റിവീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഡിഫ്യൂഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. എ പെർസെൻറ്റേജ് ഓഫ് കമ്പോണൻസ് ദാറ്റ് ആർ റൈസിംഗ് ഓർ ഫാളിംഗ്, കൂടുന്ന അല്ലെങ്കിൽ കുറയുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്പോണൻസ് ആണ് ഡിഫ്യൂഷൻ ഇൻഡെക്സ് നമ്പേഴ്സ് പറയുന്നത്. അപ്പോ ഇതിന്റെ ആൻസർ എന്താ? എ ഗ്രൂപ്പ് ഓഫ് ടൈം സീരീസ്. എ ഗ്രൂപ്പ് ഓഫ് ടൈം സീരീസ് ആണ് ആൻസർ. ഓക്കെ, 8th question. Data for index numbers should be collected from. ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഡേറ്റ കളക്ട് ചെയ്യുന്ന എവിടുന്നാണ്? ദ റീറ്റെയിലേഴ്സ്, ദ ഹോൾസെയിൽ ഡീലേഴ്സ്, ദ സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, നൺ ഓഫ് ദ എബോ. എന്താ വരിക? നൺ ഓഫ് ദ എബോ. ഇതിനകത്തൊന്നുമില്ല സംശയിക്കാൻ. കാര്യം പർപ്പസ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്. ഏത് ഇൻഡെക്സ് നമ്പർ എടുത്താലും റീറ്റെയിലേഴ്സ് നിന്ന് കളക്ട് ചെയ്താൽ മതിയോ? പോരാ. ഏത് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാനും ഹോൾസെയിലേഴ്സ് നിന്ന് കളക്ട് ചെയ്താൽ മതിയോ? പോരാ.
ഏത് ഇൻഡെക്സ് നമ്പർ ആണെങ്കിലും ഏതെങ്കിലും ഒരു സെലക്ടഡ് ഗ്രൂപ്പിൽ നിന്ന് കളക്ട് ചെയ്താൽ മതിയോ? പോരാ. എന്താണോ പേർപ്പസ്, ആ പേർപ്പസ് അനുസരിച്ചുള്ള ഗ്രൂപ്പിൽ നിന്ന് വേണം കളക്ട് ചെയ്യാൻ. സോ നൺ ഓഫ് ദം. Next question, 9th question. Most frequently used index number formula are. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ഫോർമുല ഏതാണ്? വെയ്റ്റഡ് ഫോർമുല, അൺവെയ്റ്റഡ് ഫോർമുല, ഫിക്സഡ് weight formula, none of them. Most frequently used. Answer is option B. Most frequently used unweighted ആണ്, പക്ഷെ എപ്പോഴും നല്ലത് weighted ആണ്. അതായത് ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് വെയ്റ്റഡ് ഫോർമുലാസ് ഉണ്ട്, അൺവെയ്റ്റഡ് ഫോർമുലാസ് ഉണ്ട്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വെയ്റ്റഡ് ഫോർമുലാസിൽ നമ്മൾ എടുക്കുന്ന ഓരോ കമ്മോഡിറ്റീസിനും അതിൻ്റെതായ വെയിറ്റ് അസൈൻ ചെയ്യും. നമ്മൾ എടുക്കുന്ന ഓരോ കമ്മോഡിറ്റീസിനും അതിൻ്റെതായ വെയിറ്റ് അസൈൻ ചെയ്യും. പക്ഷെ അൺവെയ്റ്റഡ് എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഒരേ വെയിറ്റ് ആണെന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. എല്ലാ സാധനങ്ങൾക്കും ഒരേ വെയിറ്റ് ആണെന്നുള്ള രീതിയിലാണ് അൺവെയ്റ്റഡിൽ എടുക്കുന്നത്. അപ്പോൾ മിക്കവാറും ഈ സാധാരണ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഒക്കെ എടുക്കുമ്പോൾ എല്ലാത്തിനും ഒരേ വെയിറ്റ് ആണെന്നുള്ള രീതിയിൽ P0/P1 × 100 ആ ഒരു രീതിക്കാണ് എടുക്കുക. ശരിക്കും വെയ്റ്റഡ് ആണ് നല്ലത്. ഇവിടെ ഇപ്പൊ മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് എന്നാണ്. സോ അൺവെയ്റ്റഡ് ആണ് ആൻസർ. Next question. The unweighted price index numbers formula based on n items. n items നെ വെച്ച് നോക്കുമ്പോൾ unweighted price index ന്റെ ഫോർമുല ഏതാണ്? ഫസ്റ്റ് ഫോർമുല നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന് സമ്മില്ല, അപ്പൊ അത് തെറ്റാണ്. അതായത് അൺവെയ്റ്റഡിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. P01 is equal to, അതായത് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഫോർ 0 base year 1 current year. Price index number for 0 base year 1 current year is equal to summation P1i by summation P0i into 100. അതായത് കറണ്ട് ഇയറിലെ പ്രൈസ് എല്ലാം കൂടെ കൂട്ടി ബേസ് ഇയറിലെ പ്രൈസ് എല്ലാം കൂടെ കൂട്ടി അതിന്റെ പെർസെന്റേജ് റേഷ്യോ ആണ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ. സോ അത് നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ സി. ഇതും നമ്മുടെ ഇൻഡെക്സ് നമ്പറിന്റെ പ്ലേലിസ്റ്റിലുള്ള വീഡിയോയിലുണ്ട് ഈ ഫോർമുലാസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പൊ നോക്കിയാൽ മതി. അപ്പോ കറണ്ട് ഇയറിലെ പ്രൈസ് എല്ലാം കൂടെ കൂട്ടി ന്യൂമറേറ്ററിൽ എഴുതണം, ബേസ് ഇയറിലെ പ്രൈസ് എല്ലാം കൂടെ കൂട്ടി ഡിനോമിനേറ്ററിൽ എഴുതണം, ഇൻറ്റു 100. അതാണ് അൺവെയ്റ്റഡ് പ്രൈസ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ. ഓക്കെ. 11th question. Last year's index formula uses the weight of. Last year's index number ഏത് വെയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്? ബേസ് ഇയറിലെ വെയിറ്റ് ആണോ, അതായത് Q0 ആണോ, അതോ കറണ്ട് ഇയറിലെ വെയിറ്റ് ആണോ, അതായത് Q1 ആണോ, അതോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആവറേജ് ആണോ, അതോ നൺ ഓഫ് ദി എബോവ് ആണോ? ആക്ച്വലി ലാസ്റ്റ് പേയേഴ്സ് ഇൻഡെക്സ് നമ്പറിൽ നമ്മൾ കറണ്ട് ഇയർ പ്രൈസ് ആണ് യൂസ് ചെയ്യുന്നത്. സോറി, കറണ്ട് ഇയർ വെയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ലാസ്റ്റ് പെയർ ഇൻഡെക്സ് നമ്പറിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞുതരാം. സോറി, ലാസ്റ്റ് പെയർസ് ഇൻഡെക്സ് ഫോർമുലയിൽ നമ്മൾ ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ അതിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞുതരാം. ലാസ്റ്റ് പെയർസ് ഇൻഡെക്സ് നമ്പർ ഇസ് ഈക്വൽ ടു, ഇങ്ങോട്ട് എഴുതാം, ലാസ്റ്റ് പെയർസ് ഇൻഡെക്സ് നമ്പർ ഇസ് ഈക്വൽ ടു summation of P1 Q0 by summation of P0 Q0 into 100. ഇതാണ് ലാസ്റ്റ് പെയർസ് ഇൻഡെക്സ് നമ്പറിന്റെ ഫോർമുല. നോക്കിയേ, ഇവിടെ നമ്മൾ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി എവിടെയും യൂസ് ചെയ്യുന്നില്ല. കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി എവിടെയും യൂസ് ചെയ്യുന്നില്ല. സോ ദ ആൻസർ ഇസ് ബേസ് ഇയർ ക്വാണ്ടിറ്റി. ബേസ് ഇയർ ക്വാണ്ടിറ്റി മീൻസ് വെയിറ്റ്. യൂസസ് ദ വെയിറ്റ് ഓഫ് ദ ബേസ് ഇയർ. ബേസ് ഇയറിലെ വെയിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബേസ് ഇയറിലെ വെയിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് മറക്കണ്ട. ലാസ്റ്റ് പെയർസ് ഇൻഡെക്സ് നമ്പറിൽ ബേസ് ഇയറിലെ വെയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് പാഷീസ് ഇൻഡെക്സ് നമ്പറിലാണെങ്കിലോ summation of P1 Q1 by summation of P0 Q1 into 100. അതായത് പാഷീസ് ഇൻഡെക്സ് നമ്പറിൽ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഇയറിലെ വെയിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പറിൽ ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി ആണ്, പാഷീസ് ഇൻഡെക്സ് നമ്പറിൽ കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്വൽത്ത് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് പോസസ്. ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്താണ് പോസസ് ചെയ്യുന്നത്? ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ത് ബയാസ് ആണ് പോസസ് ചെയ്യുന്നത്? ആക്ച്വലി ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പർ പോസസ് ചെയ്യുന്നത് അപ്വേർഡ് ബയാസ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ബേസ് ഇയർ എന്ന് പറയുന്ന ബേസ് ഇയറിൽ മാത്രം ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അപ്വേർഡ് ബയാസിനുള്ള ചാൻസ് ആണ് കൂടുതൽ. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, അതായത് ഡൗൺവേർഡ് ബയാസ് അപ്വേർഡ് ബയാസ് വരാനുള്ള രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, when the prices of an item rises, ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ consumers tend to buy less of it and switch to cheaper alternative. ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ബെസ്റ്റ് എന്നുള്ളതിനെ വിട്ടിട്ട് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഐറ്റത്തിലോട്ട് സ്വിച്ച് ചെയ്യും. ഓക്കെ, പക്ഷേ ഈ ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പറിൽ ബേസ് പീരീഡ് ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഡസന്റ് ക്യാപ്ചർ ദിസ് ചേഞ്ച് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് അവിടെ ക്യാപ്ചർ ചെയ്യുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വില കൂടുമ്പോൾ നല്ല സാധനങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരും, മോസ്റ്റ്ലി മിഡിൽ ക്ലാസ് ഫാമിലി ആണല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത്, അവരൊക്കെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ പുറകെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ഒബ്വിയസ്ലി അവിടെ എന്ത് സംഭവിക്കും? ചീപ്പർ ആൾട്ടർനേറ്റീവ്സിലോട്ട് സ്വിച്ച് ചെയ്യും. പക്ഷേ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി, അതും ബേസ് ഇയറിലെ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, ഇത് ആൾട്ടർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ടൊക്കെ അപ്വേർഡ് ബയാസ് ആണ് അവിടെ കൂടുതലും ഉണ്ടാവുക ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പറിൽ. അപ്പൊ ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡെക്സ് നമ്പറിൽ അപ്വേർഡ് ബയാസ് ആണെങ്കിൽ പാഷീസ് ഇൻഡെക്സ് നമ്പറിൽ എന്തായിരിക്കും? ഡൗൺവേർഡ് ബയാസ് ആയിരിക്കും. ഡൗൺവേർഡ് ബയാസ് ആയിരിക്കും, ബിക്കോസ് അവിടെ നമ്മൾ കറണ്ട് ഇയർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡൗൺവേർഡ് ബയാസ് ആണ് ഉണ്ടാവുക. ഓക്കെ, 13th question. The weights used in Parshey's formula belongs to. Parshey's ഫോർമുലയിൽ ഉപയോഗിക്കുന്ന വെയിറ്റ് ഏതാണ്? അതല്ല ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. Parshey's ഫോർമുലയിൽ യൂസ് ചെയ്യുന്നത് ഗിവൺ പീരീഡിലെ വെയിറ്റ് ആണ്. ലാസ്റ്റ് ഇയറിൽ ബേസ് പീരീഡും പാഷയിൽ കറണ്ട് പീരീഡും ആണ്. മറക്കണ്ട, ഓർത്ത് വെച്ചോ. Fourteenth question. The Darvish-Powley price index formula is. Darvish-Powley price index formula എന്ന് പറയുന്നത് geometric mean of last year and Pashi ആണോ, arithmetic mean of last year and Pashi ആണോ, weighted mean of last year and Pashi ആണോ, അതോ none of the above ആണ് ആൻസർ തരാം. ഡോർബിഷ്-ബൗളിയിലെ, അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരാളുണ്ട്, ഈ ഫിഷർ ഇൻഡെക്സ് നമ്പർ. ഫിഷർ ഇൻഡെക്സ് നമ്പർ എന്താ? is a geometric mean of last year's index number and Parshey's index number. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ അല്ലെന്ന് ഉറപ്പല്ലേ? കാരണം ലാസ്റ്റ് ഇയറിന്റെയും പാഷിയുടെയും കൂടെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആണ്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, arithmetic mean of last year's and Parshey's ആണ്. ലാസ്റ്റ് ഇയറിന്റെയും പാഷിയുടെയും കൂടെ arithmetic mean ആണ് ഡോർബിഷ്-ബൗളി പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, okay. So finally the last question. The geometric mean of last year's and Parshey's price indices are also known as. അതിപ്പോ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, ലാസ്റ്റ് ഇയറിന്റെയും പാഷിയുടെയും കൂടെ geometric mean എന്താ? That is Fisher's price index number. Fisher's price index numbers. Okay. So ഇത്രയും questions ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും questions മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ സ്കിപ്പ് ചെയ്യാണ്ട് ത്രൂ ഔട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലും മറ്റോ പറയുക. And wait for the next video.
that also related to some theoretical concept with the MCQs. നമുക്ക് മിക്സ് ചെയ്തൊക്കെ ഇടാം. അപ്പം ആവശ്യമുള്ളവർക്കെല്ലാം കിട്ടുമല്ലോ. Okay. So wait for the next video. Thank you for watching my videos.